ഇപ്പോൾ സ്ക്രീനിലോട്ട് നോക്കേ. ഓക്കെ, അപ്പോൾ മൻസൂറ, ഇന്നലെ പറഞ്ഞൊരു കാര്യം ഇതിൽ മിസ്സിങ് ആണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത് കീവേഡ് ഫസ്റ്റത്തെ ഹെഡിങ് വേണമെന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ മൻസൂർക്ക്? ഇത് ഫസ്റ്റത്തെ ഹെഡിങ് റീകണക്ട് വിത്ത് നേച്ചറും റീഡിസ്കവർ യുവർ റൂട്ട്സും എന്നല്ലേ? ലക്ഷറി ബോട്ടിക് റിസോർട്ട് ഇൻ വയനാടാണ് ഒന്നാമത് വേണ്ടതും അതിന്റെ സൈസാണ് കൂടുതൽ വേണ്ടതും. അതിന്റെ ഒരു പൊടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഗൃഹ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇനി പറയാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇമേജ് ആൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന SEOന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹോം പേജിലാണ്, ഫസ്റ്റ് പേജിൽ മാത്രമാണ്. ഇതേപോലെ എല്ലാ പേജിലും ഇംപ്ലിമെന്റ് ചെയ്യണം. അതിലോട്ട് വരാം. സോ ഒന്ന് താഴോട്ടോ, ഒന്ന് ജസ്റ്റ് താഴോട്ടോ. ഒന്നുകൂടി വാ. ഒരു ഇമേജ് ആയിട്ട് ബാനർ അല്ലാതെ താഴോട്ടോ. ആ ഇമേജ് കണ്ടോ? താഴെ ഒരു ഇമേജ് കണ്ടല്ലോ. ഒരു ഇമേജ് ജസ്റ്റ് സെലക്ട്. ഈ മേലത്തെ ലെഫ്റ്റ് സൈഡ് ഈ ഇമേജ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ആ ഇമേജിന്റെ മേലെ ആ ബൗളിന്റെ ഇമേജിന്റെ മേലെ. ഓക്കെ, അതായത് നിങ്ങൾ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഇമേജ് ആൾട്ട് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. എന്താ ടോപ്പിക്കിന്റെ പേര്? ഇമേജ് ആൾട്ട് കേട്ടോ. IMAGE ആൾട്ട്. ഇമേജ് ആൾട്ട് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. ഇമേജ് ആൾട്ട് എന്താന്ന് വെച്ചാല് ആൾട്ട് ടെക്സ്റ്റ് എന്നും ഇതിന് പറയാറുണ്ട്. അതായത് നമ്മൾ എല്ലാ വെബ്സൈറ്റും, ഇപ്പോൾ ചില വെബ്സൈറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റൻസും കണ്ടൻറ്റും ഒക്കെ ലോഡായി ഉണ്ടാവും. പക്ഷേ ഇമേജ് ലോഡാവാൻ നെറ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർവർ ഇഷ്യൂസോ കാരണം ഇമേജ് ലോഡാവില്ല. ഈ ലോഡായിട്ടില്ലെങ്കിൽ ഈ ലോഡാവുന്ന ആ സ്ഥാനത്ത് ആ ഇമേജ് എന്താണെന്ന് എഴുതി കാണിക്കുന്നതാണ് ഇമേജ് ആൾട്ട് എന്ന്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പറിൻ്റെ സൈഡിൽ, അതായത് ഒരു ഇമേജ് ലോഡായിട്ടില്ലെങ്കിലും ആ ഇമേജ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ മൻസൂറിൻ്റെ ഈ ഒരു ഇമേജ് എടുക്കുക. ഈ ഇമേജ് ഒരു ബൗളിൽ ഉപ്പോ ഇടുന്നൊരു ഇമേജാണ്. ആ ഇമേജിന് നമ്മൾ ഇമേജ് ആൾട്ടായിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബൗളിൽ ഒരു ബൗളുണ്ട്. ആ ബൗളിൽ വെജിറ്റബിൾസ് ഉണ്ട്. അതിലോട്ട് ഒരാൾ ഒരു സ്പൂൺ കൊണ്ട് എന്തുകൊണ്ടോ ഉപ്പ് ഇടുന്നു എന്നുള്ളൊരു സംഭവമാണ് വേണ്ടത്. കറക്റ്റ് ഈ ഇമേജ് ലോഡായിട്ടില്ലെങ്കിലും ഈ ഇമേജ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജ് ആൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജ് ലോഡായിട്ടില്ലെങ്കിലും, ഇപ്പോൾ നമ്മൾ സൈറ്റ് ഒരാൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഇമേജ് ലോഡായിട്ടില്ലെങ്കിലും ഈ ഇമേജ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഇതിൻ്റെ ബാക്കിൽ കാണിക്കണം. ബാക്കിൽ മീൻസ് ഇത് ലോഡായില്ലെങ്കിൽ ആ സ്പേസിൽ ഇങ്ങനെ വരും. അതാണ് ഇമേജ് ആൾട്ട്. സോ ഡെവലപ്പേഴ്സ് ഓരോ ഇമേജ് ചെയ്യുന്ന സമയത്ത് ആ ഇമേജിന് എന്ത് ചെയ്യും? ഇതേപോലെ ഇമേജ് ആൾട്ടായിട്ട് കൊടുക്കും. ആ ഇമേജ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ഇമേജ് ആൾട്ട് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇമേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മൻസൂർ റൈറ്റ് സൈഡ് ആ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ? ചൂസ് ഇമേജ്. അവിടെ ചൂസ് ഇമേജ് എടുക്ക്. അവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ഇമേജ്. നിങ്ങൾ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇപ്പം മൻസൂറയുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്താലൊക്കെ വലത്തെ ഭാഗത്ത് ആ ഇമേജ് വരും. വലത്തെ ഭാഗത്ത് കണ്ട ആ ഇമേജിന്റെ ഡീറ്റെയിൽസ് അല്ലേ വരുന്നത് മൻസൂർ റൈറ്റ് സൈഡ് അല്ലേ? അതിന്റെ താഴെ കണ്ട ഒരു കോളം ആൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ ആൾട്ട് ടെക്സ്റ്റിലാണ് നമ്മൾ ആ സെന്റൻസ് കൊടുക്കുക. 120 ക്യാരക്ടർ വരെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്. ആ ഇമേജ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ആൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും റൈറ്റ് സൈഡ് ആ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ആൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ കോളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമേജ് ആൾട്ട് എന്താ കൊടുക്കുന്നത് വെച്ചാൽ ആ ഇമേജ് എന്താണോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇമേജ് ലോഡായിട്ടില്ലെങ്കിലും ഒരാൾക്ക് മനസ്സിലാവണം. അത് ലോഡായില്ലെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും ഈ ഇമേജ് ഇന്ന ഒരു ഇതാണ് അല്ലെങ്കിൽ ഇതാണെന്നുള്ളത്. ഓക്കെ, ഇവിടെയാണ് വേറൊരു പ്രത്യേകത വരുന്നത്. ഇപ്പോൾ മൻസൂർക്ക് ഇതിൽ നമ്മൾ കീവേഡ് കൊടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഡെവലപ്പർ, അതായത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്പർ ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് എന്താണോ ആ ഇമേജ് ലോഡ് ആയിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആൾട്ട് ടെക്സ്റ്റ്.
നമ്മൾ ഇതിൽ നൈസായിട്ട് കീവേഡ് കൊണ്ടുവരും. എല്ലാത്തിനും അല്ല, ഒരു ഇമേജ് ഏത് ബാക്കി ഓൺലൈനാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് ആൾട്ട് മറ്റേ സ്ക്രീനിൽ തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾട്ട് ടെക്സ്റ്റ് നിങ്ങൾ ഏത് ഇമേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജിന് എന്ത് ചെയ്യണം? ആൾട്ട് ടെക്സ്റ്റ് കൊടുക്കണം. ആ ഇമേജ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു കുട്ടിയുടെ ആണെങ്കിൽ ഒരു കുട്ടി വലത്തെ ഭാഗത്ത് നോക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഒരു പേജിന് 1 or 2 ഇമേജിന് നിങ്ങൾ കീവേഡ് കൊടുക്കണം. ഇപ്പോൾ എന്താണ്, മൻസൂറയുടെ ഈ പേജിൻ്റെ കീവേഡ് റിസോർട്ട് ഇൻ വയനാട് എന്നാണ്. ലക്ഷറി റിസോർട്ട് ഇൻ വയനാട് എന്നാണ് മൻസൂറയുടെ കീവേഡ്. ഓക്കെ, അപ്പോൾ മൻസൂറൊക്കെ വേണമെങ്കിൽ മൻസൂറയുടെ റിസോർട്ടിൻ്റെ ഫോട്ടോ നമ്മൾ എന്തായാലും വെക്കുമല്ലോ ഹോമിലാണ് ഇപ്പോൾ ഈ കീവേഡ് ഫോക്കസ് ചെയ്യുന്നത് മൻസൂറ. അതാത് പേജിൽ അതാത് കീവേഡ്. മൻസൂറിൻ്റെ കീവേഡാണ് ലക്ഷറി റിസോർട്ട് വയനാട്. അപ്പോൾ മൻസൂർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് ആപ്റ്റായ ഒരു ഇമേജ്, അതായത് മൻസൂറയുടെ റിസോർട്ടിൻ്റെ ഒരു ഇമേജ് എന്ത് ചെയ്തു ഈ ഹോം പേജിൽ വെച്ചിട്ട് അതിൻ്റെ ആൾട്ട് ടെക്സ്റ്റ് എന്ത് കൊടുക്കും? ലക്ഷറി റിസോർട്ട് വയനാട്. അപ്പോൾ ആ ഇമേജ് എന്താ? റിസോർട്ടാണല്ലോ, റിസോർട്ട് വയനാടില്ല. നമ്മൾ കീവേഡ് കൊടുത്തു, കീവേഡ് കൊടുത്തു. പക്ഷെ എല്ലാത്തിനും കീവേഡ് അല്ല കൊടുക്കേണ്ടത്. ബാക്കി എല്ലാ ഇമേജിനും എന്ത് ചെയ്യുക? ഒരു പേജിൽ 1 or 2 ഇമേജിന് നിങ്ങൾ എന്ത് ചെയ്യണം? കീവേഡ് കൊടുക്കണം. 1 or 2 ഇമേജിന് കീവേഡ്, ബാക്കി ഇമേജിനൊക്കെ സാധാ ആ ഇമേജ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഈ ആൾട്ട് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ 1 or 2 ഇപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഹോമിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസർ ഇൻ കൊച്ചി എന്നാണ്. അപ്പോൾ SEOയുടെ ഇമേജ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ SEOയുടെ ഇമേജ് ഒക്കെ ലാപ്ടോപ്പിൻ്റെ മേലെ ഇങ്ങനെ റാങ്കിങ്ങിന്, അപ്പോൾ അതൊക്കെ അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു കീവേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫോട്ടോ ഞാൻ എന്ത് ചെയ്തു? ഹോം പേജിൽ വെച്ചു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താ, ഡിജിറ്റൽ മാർക്കറ്റർ ആണല്ലോ, ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊച്ചി എന്ന് പറയുന്ന കീവേഡ് അതിന് കൊടുത്തു. അപ്പോൾ അതിന് ആപ്റ്റ് ആവുന്ന ഒരു ഇമേജും കൂടി എന്ത് ചെയ്യുക? എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആൾട്ട്. അപ്പോൾ നിങ്ങളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഓൾറെഡി ഇല്ല ചൂസ് ഇമേജ് കൊടുത്താലും റൈറ്റ് സൈഡ് ഇവിടെ ആൾട്ട് ടെക്സ്റ്റ് ഉണ്ടാവും, ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മൻസൂർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ കൂടിയും പറഞ്ഞുതരാം. എല്ലാ പേജിലും ഇതേപോലെ എല്ലാതും ചെയ്യണമാണ് H1 കീവേഡൊക്കെ. സോ അതിന് ടൈം തരും. നിങ്ങൾ ബാക്കി പേജുകളും എഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോട്ടോ. ഹോം കഴിയണം ആദ്യം. ഹോം കഴിഞ്ഞിട്ട് സർവീസ് മെനു ആഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞതാണ്. ഇല്ല, കീവേഡ് എന്താ? കീവേഡ് എന്തായിരുന്നു? ഇൻവിറ്റേഷൻ കാണുന്നത്. അതാണ് അപ്പോൾ കീവേഡ്. അത് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ആ ഹെഡിങ്ങും കണ്ടന്റിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. നമ്മൾ അടുത്ത പേജ് തുറക്കുമ്പോൾ ഇപ്പൊ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന്റെ വ്യൂ മോർ കൊടുത്തിട്ട് ബട്ടൺ കൊടുക്കൂല. അപ്പൊ അത് കൊടുത്തിട്ട് തുറന്നു വരാണെങ്കിൽ പേജ് ആക്കേണ്ടത് ഏത് പേജൊക്കെ കൊടുക്കാന്നോ? എന്താ മനസ്സിലായി? നമ്മളൊരു റൂമിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിന് കൂടുതൽ ഫോട്ടോസ് ഉണ്ട്, ഒരു ബട്ടൺ കൊടുക്കൂല. അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന പേജ് എങ്ങനെ സെറ്റ് ചെയ്യാം? അത് ഒന്നല്ലെങ്കിൽ വ്യൂ മോർ എന്ന് പറയുന്ന, ഞാൻ പറയാം, ഒരു ആങ്കർ ടെക്സ്റ്റ് ഉണ്ട്. ആങ്കർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ പറയാം, നമുക്കൊരു ആങ്കർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഒരു ടെക്സ്റ്റ് ലിങ്ക് ആക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വ്യൂ മോർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഇമേജ് തന്നെ വ്യൂ മോർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് ഇമേജുകളൊപ്പം വ്യൂ മോർ എന്ന് പറയുന്ന ഇമേജ് കൂടി കൊടുത്ത് അത് ലാസ്റ്റിക്ക് ആക്കുക. ഒരു വ്യൂ മോറിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗാലറി എന്ന് പറയുന്ന പേജ് എന്തെങ്കിലും മൻസൂർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ പേജിലോട്ട് പോയിട്ട് എല്ലാതും കണ്ടോളും. അതല്ലാതെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പോപ്പായി വരുന്ന പരിപാടി നടക്കത്തില്ല. ഇതിലിട്ടോ എലമെൻറ്ററിൻ്റെ നോർമൽ വെർഷൻ. ഇപ്പോൾ ഈ ഇതെടുക്കുക, ഇതിപ്പോൾ ഫോസറ്റ് റിപ്പയർ ടൊറൻറ്റോ എന്നാണ് ഈ പേജിൻ്റെ കീവേഡ്. ഈ പേജിൽ കീവേഡ് എന്താ? ആരെങ്കിലും ഫോസറ്റ് റിപ്പയർ ടൊറൻറ്റോ സെർച്ച് ചെയ്താൽ ഫോസറ്റ് റിപ്പയർ സർവീസ് എന്നൊക്കെ സെർച്ച് സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ആദ്യം ഉണ്ടായിരുന്നു ഇതിൽ. ഈ വർക്ക് കിട്ടുന്ന മുമ്പ് ഈ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെവലപ്പർ ഈ ഇമേജിൻ്റെ ഇമേജ് ആൾട്ട് എന്താ അറിയുക കൊടുത്തത്? ഒരു ഫോസറ്റ് ഉണ്ട്, അതൊരു ഹാള്
ഹാൻഡ് കൊണ്ട് സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്യുന്നു എന്നായിരുന്നു ഇതിൻ്റെ ഇമേജ് ആൾട്ട്. അപ്പോൾ അയാൾ ഡെവലപ്പർ നോക്കുമ്പോൾ എന്താ, ഈ ഇമേജ് ലോഡായില്ലെങ്കിലും ഈ ഇമേജ് എന്താണെന്ന് കാണിക്കണം. അപ്പോൾ ഡെവലപ്പർ എടുത്ത് ഒരു ഫോസെറ്റ് ഉണ്ട്, ആ ഫോസെറ്റ് സ്പാനർ കൊണ്ട് ഒരാൾ ടൈറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, ഇതിൻ്റെ ഇമേജ് ആൾട്ട് കൊടുത്തത്. SEOൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനത് മാറ്റി. ഈ ഇമേജ് ആൾട്ടിന് എന്താ കൊടുത്തതെന്ന് വെച്ചാൽ, ഈ Ahrefൻ്റെ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലെ ഇമേജ് ആൾട്ടുകൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ Ahrefൻ്റെ ക്ലിക്ക് ചെയ്തു, ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഈ ഇമേജസ് എടുക്കുന്ന സമയത്ത് ഈ ബാക്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇമേജിൻ്റെ ഇമേജ് ആൾട്ടാണ് ഇവിടെ ഫോസർ റിപ്പയർ സർവീസസ് എന്നുള്ളത്. ഇമേജ് ലോഡായില്ല കേട്ടോ, ലോഡാവാത്തതുകൊണ്ടാണ്. ഫോസെറ്റ് റിപ്പയർ സർവീസസ് എന്നുള്ളതാണ് ആദ്യം കൊടുത്തത്. എന്തായിരുന്നു, ഒരു ഫോസെറ്റ് ഒരു സ്പാനറും കൊണ്ട് ടൈറ്റ് ചെയ്യുന്നു എന്നായിരുന്നു കൊടുത്തത്. ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഫോസെറ്റ് റിപ്പയർ സർവീസസ്. ഫോസർ റിപ്പയർ സർവീസ് തന്നെയല്ലേ ഇത് നടക്കുന്നത്, പക്ഷെ ഞാൻ അവിടെ നൈസിൽ കീവേഡ് കൊടുത്തു. ഓക്കെ, ഇമേജ് വേറെയും ഒരു ബന്ധമില്ലാത്ത കീവേഡും കൊടുക്കരുത്. അതിന് ആപ്റ്റ് ആവുന്ന ഇമേജുകൾ തപ്പി പിടിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മൻസൂറയുടെ കേസിൽ റിസോർട്ട് ഇൻ വയനാട് ആണെങ്കിൽ റിസോർട്ടിൻ്റെ ഒരു ഫോട്ടോ വെച്ചാൽ മതി, അതിൽ കൊടുക്കുക റിസോർട്ട് ഇൻ വയനാട് എന്നുള്ള ഇമേജ് ആയിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഇമേജിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ നേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു തിക്ക് ഫോറസ്റ്റ് എന്നൊക്കെ രീതിയിൽ കണ്ടന്റുകൾ കൊടുക്കുക. ഒരു ഇമേജിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കീവേഡ് വരുന്ന രീതിയിൽ ഒരു പിക്ക് സെറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വർക്കിലും ഇതേപോലെ കീവേഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് ചിലതിൽ ഒന്നോ രണ്ടെണ്ണത്തിലോ കീവേഡ് എടുക്കുക. ബാക്കി എല്ലാ ഇമേജിനും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇമേജ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആൾട്ട് ടെക്സ്റ്റിൽ കൊടുക്കണം. ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോ. ഓരോ ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്തൊക്കെ ചൂസ് ഇമേജ് കൊടുത്താൽ ആൾട്ട് ടെക്സ്റ്റ് കിട്ടും. പുതിയത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും എല്ലാ പേജിലും വേണം. പക്ഷേ നിങ്ങൾ ഹോമിലാണ്, ഇപ്പോൾ ഹോമത്തെ കീവേഡാണ് എന്ത്, ഒരു കീവേഡ് നിങ്ങൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ മൻസൂർ ലക്ഷറി കാർഡ്, ഇൻവിറ്റേഷൻ കാർഡ് കൊച്ചി, ഇതല്ലേ? അപ്പോൾ അതേപോലെ ആ ഹോമിലാണ് ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കി പേജിൻ്റെ കാര്യം ഞാൻ പറയാം. ബാക്കി പേജിൽ ഇതേപോലെ എല്ലാതും ചെയ്യണം. പക്ഷേ അതിൽ കീവേഡുകൾ ഒന്നുകൂടി കണ്ടുപിടിക്കാനുണ്ട്. അതിൻ്റെ ടൂൾ അതേ പറഞ്ഞത്, ഒരു ഇമേജിന് കൊടുക്കുക. ബാക്കി ഇമേജിനൊക്കെ കീവേഡ് അല്ല, ആ ഇമേജ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്ത രീതി കൊടുക്കുക. അപ്പോൾ അത് വേഗം കംപ്ലീറ്റ് ചെയ്തോളൂ. ബാക്കി പേജുകളും നിങ്ങൾ ബാക്കി എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ സർവീസ് പേജ്, അബൌട്ട് പേജ്, മെനു എങ്ങനെ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞതല്ലേ. ക്ലാസിന്റെ LMS ഉണ്ടാവുക, പേജ് ഉണ്ടാക്കുന്ന ക്ലാസിന്റെ LMS ഉണ്ടാവും. സെൻഡ് ചെയ്യണം ലിങ്ക്. LMS